സജനയെയും ഫിറോസിനെയും കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓഡിയോ എന്താണെന്ന് മുഴുവനായി ഒന്ന് കേട്ടു നോക്കൂ. ആ വിഷയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായിപ്പോയി. ഷോയുടെ ഇടയിൽ നടന്ന വിഷയം അത് ഓൾറെഡി പിറ്റേ ദിവസം നിങ്ങൾ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു, നിങ്ങൾ പൊട്ടിത്തെറിച്ചായിരുന്നു. അതിന്റെ ജെന്യുവിനിറ്റി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. അത് അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. ആ കുട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. അന്ന് നമുക്ക് ആ കുട്ടിയെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല കേട്ടോ. അത് ആ പറഞ്ഞത് ഭയങ്കര തെറ്റായ ഒരു ധാരണയായിപ്പോയി. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, നിങ്ങളൊക്കെ ലഹരിയായിരുന്നു, ആ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടിയുടെ റൂമിലാണ് നിങ്ങൾ ഇരുന്നത്, ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ലാതിരുന്നു, ആ കുട്ടി യൂസ് ചെയ്യത്തുമില്ല. അപ്പൊ അത് യൂസ് ചെയ്യാത്ത ഒരാള് അത് യൂസ് ചെയ്തിരുന്ന നിങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആര് പറയുന്നതിലാണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ അത് അത് വ്യക്തമായി അത് ഫോഴ്സ്ഫുള്ളി അദ്ദേഹം കുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയാം. അവിടെ ഇരുന്ന് അത് കണ്ട ആളുകൾ ഉണ്ട്. അവിടെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ വന്ന് അത് അത് ഭയങ്കര കോൺട്രവേഴ്സി ആവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അത് ആ കുട്ടിയോടെങ്കിലും വിളിച്ച് നിങ്ങൾ തിരുത്തണം. അത് ശ്രദ്ധിക്കണം. അന്ന് അവിടെ നടന്നതിനെക്കുറിച്ച്, അതായത് ഫിറോസ് ഫ്രഞ്ച് കിസ് ചെയ്ത ഇൻസിഡന്റിനെ കുറിച്ച് ഷോയുടെ കോർഡിനേറ്റർ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കേട്ടത് മുഴുവനും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അന്ന് ഫിറോസ് ആ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ സജന പറയുന്ന രീതിയിലുള്ള ഒരു ഫ്രഞ്ച് കിസ് ഒന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത്. എല്ലാവരും ലഹരിയിലാണെന്നാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ സജനയുടെ ഉള്ളിൽ ഫിറോസിനോടുള്ള സംശയത്തിന്റെ കണലുകൾ ആ സമയം ഇല്ലാത്തത് തോന്നിപ്പിച്ചതായിരിക്കും. ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിയും അത് കണ്ടുനിന്നവരുടെ സാക്ഷിമൊഴിയുമാണ് നമുക്ക് വിശ്വാസത്തിലെടുക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സജന പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സജനയുടെ ജീവിതത്തിൽ വലിയൊരു ഇഷ്യൂ തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്തായാലും സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ.